തീത്തോസിനെഴുതിയ ലേഖനം. തീത്തോസ് പൗലോസിന്റെ ഒരു ഉത്തമ സുഹൃത്തായിരുന്നു. ഏഷ്യ മൈനറിലും ഗ്രീസിലും അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കൊരിന്തിലെ സഭയുമായി തീത്തോസ് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ക്രേത്ത ദ്വീപിലായിരുന്നപ്പോഴാണ് ഈ കത്ത് തീത്തോസിന് ലഭിച്ചത്. അവിടെ എല്ലാ പട്ടണത്തിലും സഭയ്ക്ക് നേതാക്കന്മാരെ കണ്ടുപിടിച്ച് നിയമിക്കുന്നതിന് പൗലോസ് നിർദ്ദേശം നൽകിയിരുന്നു. ക്രേത്തയിൽ താമസിച്ച് വിശ്വാസത്തിന്റെ സത്യം പഠിപ്പിക്കുന്നതിലും ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിന് വിശ്വാസികളെ ഉപദേശിക്കുന്നതിലും തീത്തോസിനെ ഉത്സാഹിപ്പിക്കുന്നതിന് ഇതെഴുതി. ചിലയാളുകൾ ഉപദേഷ്ടാക്കന്മാർ ചമഞ്ഞ് വ്യാജ ഉപദേശങ്ങൾ നൽകി ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചിരുന്നു. സഭാ നേതാക്കൾക്കും ജനങ്ങൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും ഈ കത്തിൽ നൽകിയിട്ടുണ്ട്. ശരിയായ വിശ്വാസ സത്യങ്ങൾ ഉൾക്കൊണ്ട് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് സഭാ നേതാക്കളെ ഈ കത്തിൽ ഉപദേശിക്കുന്നു. സഭയിൽ അധികാരം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള ഉപദേശങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ലേഖനം പൗലോസിന്റെ അവസാന നാളുകളിൽ എഴുതിയതോ അല്ലെങ്കിൽ പൗലോസിന്റെ മരണശേഷം അപ്പോസ്തലന്റെ ബഹുമാനാർത്ഥം എഴുതപ്പെട്ടതോ ആയിരിക്കാമെന്നാണ്. ബഹുമാന്യനായ ഒരു വ്യക്തിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനോ അനുയായിയോ ഗ്രന്ഥരചന നടത്തുന്നത് അക്കാലത്ത് നിലവിലിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. സമൂഹത്തിന്റെ അംഗീകാരം അതിന് ലഭിക്കുകയും ചെയ്തിരുന്നു. 1 അധ്യായം 1 മുതൽ 16 വരെ അഭിവാദനങ്ങൾ, മൂപ്പന്റെയും അധ്യക്ഷന്റെയും യോഗ്യതകൾ. 2:1 മുതൽ 15 വരെ വിശ്വാസയോഗ്യമായ ഉപദേശങ്ങൾ. 3:1 മുതൽ 14 വരെ ക്രിസ്തീയ ജീവിത മര്യാദ, വ്യക്തിപരമായ നിർദ്ദേശങ്ങൾ. 3:15 ആശീർവാദം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം. അധ്യായം 1. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പനപ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനും മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശഹേതുവായി തന്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കിവെക്കേണ്ടതിനും തന്നെ. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകിയാൽ അനിന്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ. വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചുകളയുന്നു. ക്രേത്തർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരുമത്രേ എന്നവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സാക്ഷ്യം നേർത്തന്നെ. അതുനിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്ക. ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ. എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസ്സാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു.